ഹായ് ഫ്രണ്ട്സ്, ഹലോ. അപ്പോൾ കുട്ടീസ് കിടുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഓൺ കെ ആയതിൻ്റെ അന്ന് ഞാൻ എടുത്ത വീഡിയോ ആണ്. ഇന്നാണ് ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സൂപ്പർ സാധനം. ഇതിപ്പം എൻ്റെ ചാനൽ ഓൺ കെ അടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം കേട്ടോ. എല്ലാവർക്കുമായിട്ട് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഞാനാണ് കഴിക്കുന്നത്, അതിലെനിക്ക് വിഷമമുണ്ട്. ഞാൻ മക്കളുമാണ് കഴിക്കുന്നത്, അതിൽ വിഷമമുണ്ട്. പക്ഷേ ഓൺ കെ അടിച്ചതിൻ്റെ സന്തോഷം പറയാതിരിക്കാൻ കഴിക്കുന്ന കണ്ടിട്ട് ആരും പേടിക്കരുത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോയത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സവാള അരിഞ്ഞിട്ടുണ്ട്, തക്കാളി അരിഞ്ഞിട്ടുണ്ട്, ക്യാരറ്റ് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എൻ്റെ മോളാണ്. ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവളാണ് പറഞ്ഞത്, അമ്മയെ നമുക്ക് വീഡിയോ എടുത്താലോ എന്ന് ചോദിച്ചാൽ. അവളാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതിൻ്റേതായ കുഴപ്പങ്ങളുണ്ട്, ഒന്ന് ക്ഷമിക്കണം. മുട്ടക്കോസാണ്, ക്യാബേജാണ് അരിഞ്ഞത്. അത് നമ്മൾ ചിക്കൻ ഞാൻ ആദ്യം അടുപ്പിൽ ഇട്ട് പോയി. കുഞ്ഞായിട്ട് നമ്മൾ പീസാക്കിയ ചിക്കൻ കുറച്ചൊന്ന് ഫ്രൈ ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ അതിലേക്ക് ഇതെല്ലാം ചേർക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചല്ലോ. മോളാണ് വന്ന് വീഡിയോ എടുക്കാൻ. നമുക്ക് സ്റ്റാൻഡ് വെക്കാൻ സൗകര്യം കുറവായതുകൊണ്ട് അറിയാമല്ലോ, അതുകൊണ്ട് അവൾ പറഞ്ഞു അങ്ങനെയാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കും, സാധാ പൊരിക്കാൻ വെക്കുന്നതാണ് തന്നെ. അത് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് അതൊന്ന് ചെറുതായിട്ട് മൂത്തതിന് ശേഷമാണ് നമ്മൾ അതിലോട്ട് ഇതെല്ലാം ചേർക്കുന്നത്. സവാള, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ എല്ലാം ചേർക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തൊന്ന് ഇളക്കുകയാണ്. ഇളക്കി നമ്മൾ ചൂടാക്കി എടുക്കുകയാണ്. നമ്മൾ മറ്റേ ഷവർമ്മയൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ആ ഒരു സെറ്റപ്പിൽ തന്നെയാണ് ഇതും ചെയ്യുന്നത്. അപ്പോൾ തക്കാളി, സവാള, ക്യാരറ്റ്, ക്യാബേജ്, കോളിഫ്ലവർ വരെ ഞാനിതിൽ ചേർക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ അതൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അതൊക്കെ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ചേർക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ അതിൽ ലേശം ഉപ്പിടുന്നുണ്ട്, കാരണം നമ്മളെ വെജിറ്റബിളിൽ നമുക്ക് ഉപ്പ് വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേശം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് ആവി കയറി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി. ഒരുപാടങ്ങ് വെന്ത് വേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മയോണൈസിന് ഉണ്ടാക്കുന്നത് നമ്മൾ ഇവിടെ കുറച്ച് കാഷ്യൂനട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെറിയ ചൂടുവെള്ളത്തിലൊഴിച്ച് ഒന്ന് കോർത്തിട്ട് അത് മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ മയോണൈസ് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് വെളുത്തുള്ളിയും ഉപ്പും ആവശ്യത്തിന് പഞ്ചസാരയും നാരങ്ങാ നീരും ഒക്കെ ചേർത്തിട്ടാണ്. എണ്ണ ഞാൻ ഒഴിച്ചില്ല കേട്ടോ, നാരങ്ങാ നീരും കൂടെയൊക്കെ ചേർത്തിട്ട് ഞാനത് നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുത്തു. അതാണ് നമ്മുടെ മയോണൈസായിട്ട് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ അത് നമുക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തിയാണ്. ചപ്പാത്തി ഞാൻ പുറത്ത് കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാനത് അരച്ച് പേസ്റ്റാക്കിയിട്ട് വീണ്ടും നമ്മൾ കുറച്ച് നേരം ഇത്, കാരണം കുഞ്ഞുങ്ങൾക്ക് ചിലപ്പം കുറച്ചുകൂടെയൊക്കെ വേവുന്നതായിരിക്കും. ഒന്ന് നന്നായിട്ട് ഒന്ന് വെന്തങ്ങ് ഒരുപാട് ഇതായി പോരുത്. കുറച്ച് ലേശം ഒന്ന് ആവി കയറി ഒന്ന് ചൂടാകണം കേട്ടോ വെജിറ്റബിളൊക്കെ. അപ്പോൾ ഒന്ന് ഇളക്കി അത് ഞാൻ റെഡിയാക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനൊക്കെ കുറച്ചുകൂടെ ഒന്ന് കുത്തി പൊടിക്കുകയാണ് ഞാൻ കേട്ടോ. കുറച്ചുകൂടെ എന്ന് വെച്ചാൽ പീസായിട്ട്, കാരണം അത് മോശമല്ലേ. നമ്മൾ ഷവർമ്മ കഴിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, നന്നായിട്ട് അതിനെ അടിച്ച് പശച്ചാണ് തരുന്നത്. അപ്പോൾ എന്നിട്ട് ഞാൻ ചപ്പാത്തി ചുടുകയാണ് കേട്ടോ. ചപ്പാത്തി ചുട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള അത്രയും ചപ്പാത്തി ചുട്ട് നമ്മൾ മാറ്റി വെച്ചിട്ട് വേണം പണി തുടങ്ങാൻ. അപ്പം മറ്റേ വെജിറ്റബിളും ചിക്കനും എല്ലാം കൂടെ ഇട്ട് വേവിച്ചത് ഞാൻ മാറ്റി വെച്ചിട്ട് ചപ്പാത്തി ചുട്ട് നമ്മൾ ആവശ്യത്തിന് മാറ്റിയതിന് ശേഷം ഒരു പാത്രത്തിലായിട്ട് ഇങ്ങനെ ചപ്പാത്തി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ മയോണൈസ് ഇല്ലേ, കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ്, അത് സ്പ്രെഡ് ചെയ്യുകയാണ് കേട്ടോ. അത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്ത് ഞാൻ ചെയ്യുന്നത് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കും. അത് ഞാൻ ഇതിൽ വീഡിയോ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് ഞാനതിൽ ഒഴിക്കും കേട്ടോ. ഒഴിക്കുന്നു. അങ്ങനെ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നെ നമ്മുടെ ചിക്കനും വെജിറ്റബിളും കൂടെ ആയിട്ടുള്ള കൂട്ട് ഇതിൻ്റെ നടുക്കായിട്ട് വയ്ക്കും. പിന്നെ നമ്മൾ സാധാ ഷവർമ്മ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. മക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യണം ഒന്നുകൂടെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഇനിയും വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ റോൾ ചെയ്തിട്ട് കഴിക്കുന്നു, അത്രയേ ഉള്ളൂ. വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ 2 എണ്ണം വെച്ച് 2 പേർക്കും കൊടുത്തു.
ഞാൻ കരുതി അവർ കഴിക്കത്തില്ല എന്ന്, വെജിറ്റബിൾ അല്ലേ എന്ന് വിചാരിച്ചാണ് ഇരുന്നത്. കാരണം അവർക്ക് രണ്ടുപേർക്കും വെജിറ്റബിൾ കഴിക്കുന്ന ഇഷ്ടമല്ല. പക്ഷേ ഇത് സംഭവം കൊള്ളാം കേട്ടോ. നമ്മളിങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരുവിധമുള്ള വെജിറ്റബിളൊക്കെ അവർ കഴിക്കും. രണ്ടുപേരും കഴിച്ച് രണ്ടുപേർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അവളെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തതാണ് കേട്ടോ. അവളുടെ ഒരു എക്സ്പ്രഷൻ പറയാതിരിക്കാൻ വയ്യ. അവൾക്ക് ഇഷ്ടപ്പെട്ടു, രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു, രണ്ടുപേരും കഴിച്ചു. മൂത്തവൾ കഴിക്കുന്നു, അവൾക്കും ഇഷ്ടപ്പെട്ടു. അവർക്കൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ചോറിൻ്റെ ഒന്നും കൂടുതൽ ഇഷ്ടം. ഇങ്ങനത്തെയൊക്കെ കഴിക്കാനാണ് ഇഷ്ടം. എന്തെങ്കിലും വെറൈറ്റി എപ്പോഴും ട്രൈ ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. ഓക്കെ, ബൈ, സീ യു.